2025 G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏത്? കാനഡ. റെറ്റിനയുടെ ഗോളാകൃതി നഷ്ടപ്പെടുന്നതിലൂടെ കാഴ്ചയിലുണ്ടാകുന്ന ന്യൂനത. അസ്റ്റിഗ്മാറ്റിസം. 2025 മുതൽ 2039 വരെയുള്ള കാലയളവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് തലമുറയായാണ് അറിയപ്പെടുന്നത്? ജനറേഷൻ ബീറ്റ. ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന എന്തിൻ്റെ ഇനമാണ് റിയോ ഡി ജനീറോ? ഇഞ്ചി. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആരാണ്? OR കേളു. ഓഗസ്റ്റ് 12 ഏത് ജീവിയുടെ സംരക്ഷണത്തിനുള്ള ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ആന. കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല? കോട്ടയം. ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ് കാസിയ ഫിസ്റ്റുല? കണിക്കൊന്ന. ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനും രണ്ടാം സ്ഥാനത്ത് ഓക്സിജനുമാണ്. മൂന്നാമത് ഏത് വാതകമാണ്? ആർഗൺ. മൺമറഞ്ഞു പോയതും ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നതുമായ സീബ്ര ഇനം? ക്വാഗ. മൗറീഷ്യസിൽ നിന്ന് വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത പക്ഷികൾ? ഡോഡോ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതിശാസ്ത്രജ്ഞൻ? വാൾട്ടർ ജി റോസൻ. സംസ്ഥാനത്തെ ആദ്യ സർക്കാർ AI റോബോട്ടിക് ലാബ് ആരംഭിച്ചത് എവിടെ? മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗവൺമെൻറ് UP സ്കൂളിൽ. 2025 ജനുവരിയിൽ നിലവിൽ വന്ന നാഷണൽ ടർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെ? നിസാമാബാദ്, തെലങ്കാന. മലയാളത്തിലെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ ആദ്യത്തെ അധ്യക്ഷ? ശ്വേത മേനോൻ. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഡാർവിൻ സന്ദർശിച്ച ഗാലപ്പഗോസ് ദ്വീപുകൾ ഇപ്പോൾ ഏത് രാജ്യത്താണ്? ഇക്വഡോർ. കണ്ടൽ ചെടിയിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ശ്വസന വേരുകൾ. ഒരു ഖരപദാർത്ഥം ദ്രാവകമാകാതെ നേരിട്ട് വാതക അവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ? ഉൽപ്പതനം. ആപ്പിൾ, കശുമാങ്ങ എന്നിവ ഏതിനം ഫലങ്ങൾക്ക് ഉദാഹരണം? കപടഫലം. മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും JNUവിലും വൈസ് ചാൻസലർ പദവി ഇപ്പോൾ അറിയപ്പെടുന്നത്? കുലഗുരു.